തെലുങ്കിൽ രാജമൗലി, തമിഴില് ഉദയനിധി, മലയാളത്തിൽ രഞ്ജിത് ശങ്കർ, അങ്ങനെ ടോപ്പ് ക്ലാസ് ഓൺലി പരിപാടിയാണോ? അതെ 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 അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു മലയാളത്തില്. അത് മറ്റ് ബാക്കിയുള്ളതൊക്കെ ഉണ്ണിച്ചേട്ടൻ ചുമ്മാ തമാശ തന്നെ അവിടെ വെച്ച് സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പരിചയമൊന്നുമില്ല. അല്ലാതെ ഞങ്ങള് സ്ഥിരം ഫോൺ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ തെലുങ്കിൽ രാജമൗലി, തമിഴില് ഉദയനിധി, മലയാളത്തിൽ രഞ്ജിത് ശങ്കർ, അങ്ങനെ ടോപ്പ് ക്ലാസ് ഓൺലി പരിപാടിയാണോ? അതെ 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 അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു മലയാളത്തില്. അത് തെലുങ്കിൽ രാജമൗലി, തമിഴില് ഉദയനിധി സ്റ്റാലിൻ, മലയാളത്തിൽ രഞ്ജിത് ശങ്കർ. അപ്പൊ അല്ല, സന്തോഷമാണ് ഇവരുടെയൊക്കെ കൂടെ. അതായത് രഞ്ജിത്ത് സാർ മാത്രമേ ഇതിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതുള്ളൂ. മറ്റ് ബാക്കിയുള്ളതൊക്കെ ഉണ്ണിച്ചേട്ടൻ ചുമ്മാ തമാശ തന്നെ അവിടെ വെച്ച് സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പരിചയമൊന്നുമില്ല. അല്ലാതെ ഞങ്ങള് സ്ഥിരം ഫോൺ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ എന്നാലും എന്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞേക്കാന്ന് ഓർത്തു. അപ്പോ സന്തോഷമാണ്. നമ്മൾക്ക് ഇപ്പൊ രഞ്ജിത്ത് സാറിന്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ്. നമ്മള് സിനിമയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അത് മാത്രമാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ആസ് ആൻ എഡിറ്റർ സംഗീത് പ്രതാപ് ഒരു ബ്രാൻഡൊന്നുമല്ല, ആർക്കും അറിയില്ല. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾ പോലും അമൽ ഡേവിസ് വന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് ആസ് ആൻ എഡിറ്റർ നമ്മൾ വരുന്നത് നമ്മൾ ഈ ഒരു സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാത്രമേ ആകെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ഫീൽഡിലും നമ്മൾക്ക് ഇപ്പോൾ സൗണ്ട് ആണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ടായിരുന്നു ഇന്ന് പ്രസ് മീറ്റിൽ ഇരുന്ന് ഉറങ്ങി പോകുന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം 3 മണി വരെയൊക്കെ ഒന്നല്ല VFX സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ചിലപ്പോൾ ആസ് ആൻ എഡിറ്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലൊക്കെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് ചെന്ന് അഷ്വർ ചെയ്യുക, ഈ പറഞ്ഞ റിലീസ് ഡേറ്റ് വളരെ ടൈറ്റ് ആവുന്നത് കൊണ്ടൊക്കെ ഉള്ള അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ നമുക്കും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രൊഫൈല് കൊടുക്കാൻ പറ്റും, നമ്മളുടെ സൈഡിൽ നിന്ന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോ അതാണ്, അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ സിനിമയിൽ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ലിറ്റിൽ മിസ് റൗത്തറിന്റെ തലേ ദിവസം വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ വേണ്ടി വന്നില്ല, പക്ഷെ ക്യൂബിൽ പോയതിന് ശേഷം ഒരു ഷോട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ഇന്നലെ. അപ്പൊ അത് സിനിമ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ, എന്താണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്. ഒരിക്കലും അത് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ ടെൻഷൻസും സമാധാനവും ഉറക്കമൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു പെർഫെക്റ്റ് അല്ല, ഏറ്റവും ബെറ്റർ സിനിമ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമങ്ങൾ മാത്രമാണ് അതൊക്കെ.